എന്ന് പറഞ്ഞവരെ എല്ലാവരെയും സ്നേഹത്തോടെ വിശുദ്ധ യുദാസ്ലിഹയുടെ നൊവേനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 6-ാം ദിവസത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ നിയോഗങ്ങൾ വിശുദ്ധ യുദാസ്ലിഹയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനിറഞ്ഞവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ സഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് മറുപടിയും എൻ്റെ കൂടെ തന്നെ ചെല്ലുക. കർത്താവായ ഈശോയെ, വളരെ പ്രത്യേകമായ തിരുസഭയുടെ തലവനായ ലയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭാധ്യക്ഷന്മാരെയും സെറുമർവർ സഭയുടെ മെത്രാപ്പൊലീത്തയായ റാഫേൽ മെത്രാപ്പൊലീത്തയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും ആത്മായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വളരെ പ്രത്യേകമായി മധ്യസ്ഥ പ്രാർത്ഥനയായി വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ശുശ്രൂഷയിൽ യാതൊരു കുറവും വരാതെ കൂടുതൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ വർക്ക് ചെയ്യാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ ഈശോയെ, നിന്നെ പിന്തുടർന്ന് നിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഇറങ്ങപ്പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും, അവർ വൈദികരായിക്കോട്ടെ, സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അൽമായരായിക്കോട്ടെ, എല്ലാവരെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ഹിതം നിരന്തരം അനുവർത്തിക്കാൻ അവരെ സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ ഈശോയെ, ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഘടനകളുടെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, എല്ലാ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പുകൾ, കർത്താവെ ഇതെല്ലാം ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഈശോയെ, അവരുടെ എല്ലാം അതിശക്തമായ ആത്മാഭിഷേകം അവരുടെ ഈ ഭൂമിയിൽ അങ്ങ് ഒഴുക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ ഈശോയെ, വളരെ പ്രത്യേകമായിട്ട് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ ഈശോയെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് വിശുദ്ധ യുദാസ്ലിഹയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യുദാസ്ലിഹയുടെ ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹൃദയത്തെ നമ്മൾ ഒരുക്കുകയാണ്. പലപ്പോഴും നമുക്ക് പാപമുണ്ട്. നമ്മുടെ ഉള്ളിൽ പാപം പല രൂപത്തിലാണ്. അത് രൂപം പൂണ്ടിരിക്കുക. പാപം എന്ന് പറയുന്നത് ഒരു അശുദ്ധിയുടെ ഒരു ഈവിൾ സ്പിരിറ്റാണ്. പക്ഷേ അതിന് ഒരു ബോഡി ആവശ്യമാണ്. അപ്പോൾ അപ്രകാരം ഒരു ബോഡിയിലേക്ക് ഈ പാപം പ്രവേശിക്കുകയാണ്. ചിലർക്കത് ലൈംഗികമായ ആസക്തിയുടെ രൂപത്തിലായിരിക്കും മനുഷ്യരെ വേട്ടയാടുക. ചിലർക്ക് പണത്തിൻ്റെ കീഴിലായിരിക്കാം. ചിലർക്ക് അവരുടെ വാക്കിൻ്റെയും ചിന്തയുടെ അശുദ്ധിയുടെ രൂപത്തിലായിരിക്കാം. മറ്റു ചിലർക്ക് ആർത്തിയുടെ കാര്യത്തിലായിരിക്കാം. മറ്റു ചിലർക്ക് അധികാരത്തിൻ്റെ പേരിലായിരിക്കാം. കർത്താവെ, ഇപ്രകാരമുള്ള ഞങ്ങളുടെ എല്ലാവിധ ആസക്തികളും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, നിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ മൂടണമേ. കർത്താവെ, ഈ ആസക്തികൾ എടുത്തു മാറ്റണമേ എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ ഞങ്ങൾ പുതിയ ജീവിതം നയിക്കാൻ സാധിക്കുന്നു. കർത്താവേ, ഈ സമയം വളരെ പ്രത്യേകമായിട്ട് എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗികളായവരെല്ലാവരും തലവനിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധാശ്രമ മധ്യസ്ഥയിൽ അനേക രോഗശാന്തികൾ ഉണ്ടാവട്ടെ എന്ന് കർത്താവെ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിൻ്റെ ഈ കൃപയിലായിരിക്കാനായിട്ട്, കർത്താവെ നിന്നോട് കൂടെ ആയിരിക്കാൻ ഈ കുറച്ച് സമയം നീ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ. സാധിക്കുന്ന അത്രയും സുഹൃത്ത് ജപങ്ങൾ ചൊല്ലി ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ അങ്ങ് അനുഗ്രഹിക്കണമേ. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 76-ാമത്തെ വാചകം നമുക്ക് വായിക്കാം. നീയോ കുഞ്ഞി, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പിൽ നീ പോകും. പ്രിയപ്പെട്ടവർ, ഈ വചനം എന്നോടൊപ്പം ഏറ്റുചൊല്ലുക. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പിൽ നീ പോകും. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പിൽ നീ പോകും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 76-ാമത്തെ വാക്യം നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ സാധിക്കും ഇത്രയും തവണ ആവർത്തിക്കാം. നീയോ കുഞ്ഞെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ നീ അവിടത്തേക്ക് മുൻപേ പോകും. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വഴിയൊരുക്കുക, അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിത ദൗത്യം. കർത്താവിനെ സ്വീകരിക്കുക, മനുഷ്യ മനസ്സുകളെ ഒരുക്കുക. ആ ഒരു ദൗത്യത്തിൽ നിന്ന് നമുക്കൊരിക്കലും
വിശ്രമമില്ലാതെ നമ്മൾ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, വിശ്രമമില്ലാതെ നമ്മൾ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെല്ലാം പ്രവാചകന്മാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ചെറിയ ചെറിയ തിന്മകൾ, ചെറിയ ചെറിയ അനീതികളൊക്കെ എല്ലായിടത്തും നടമാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെതിരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ അവരോട് സംസാരിക്കണം, ആൾക്കാരുടെ തെറ്റുകൾ തിരുത്തണം. അതൊരു നമുക്ക് പലർക്കും ഇല്ലാത്ത കൃപയാണ്, പ്രത്യേകിച്ച് എനിക്ക് തന്നെ ഇല്ലാത്ത കൃപയാണ് തെറ്റുകൾ തിരുത്താനുള്ള ഒരു ആർജവം. തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ അമിതമായിട്ട് ദേഷ്യപ്പെട്ടോ ഒന്നുമല്ല, ഏറ്റവും സ്നേഹത്തോടെ മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക, വിനയായ പരിണിത ഫലങ്ങൾ നേടുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനോട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ച പ്രവർത്തനം നമുക്ക് നന്ദി പറയാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ പുറത്തുകൊണ്ട് തരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ താശംശയുടെ കൃപയെ പിതാവേ സ്നേഹം പരിസ്ഥിതി സമസ്യം എല്ലാം ഉണ്ടായിട്ട് ഇപ്പോഴും എന്നേക്കും ആമേൻ. ശംശയ്ക്ക് സ്ത്രീയായിരിക്കട്ടെ.